മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു. മയ്യനാട് മുക്കം സ്വദേശി ആസിബിനാണ് കുത്തേറ്റത്. ലഹരിക്ക് അടിമകളായ 3 യുവാക്കളാണ് അക്രമം നടത്തിയത്. റോഡിലൂടെ പോയവരെ മർദ്ദിക്കുകയും ചെയ്തു. ലഹരിക്ക് അടിമകളായ യുവാക്കളുടെ സംഘമാണ് വഴിയാത്രക്കാരനായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് ലഹരി സംഘങ്ങളിൽ നിന്ന് കുത്തേറ്റത്. ഇരുചക്ര വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞ സംഘം വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണമേറ്റ പലരും ഓടി രക്ഷപ്പെട്ടു. ഈ സമയം അതുവഴി വരികയായിരുന്ന ആസിമിനെ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളാണ് കത്തി ഉപയോഗിച്ച് അസീമിനെ കുത്തിയത്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമികളിൽ ഒരാളെ ഓടിച്ചിട്ട് പിടികൂടിയത്. പരിക്കേറ്റ അസീമിനെ മയ്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോയായിരുന്നു മയനാട് നിന്ന്. അപ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തി 3 പേര് കള്ളുപിടിച്ച് പിറ്റായിട്ട് വന്നിട്ട് ഇടിച്ച്. പിന്നെ 3 പേരെ കയ്യിലും വാളൊക്കെ ഉണ്ടായിരുന്നു, 2 പിച്ചാത്തി പോലത്തെ സാധനവും പിന്നെ ഇടിവാളൊക്കെ ഇട്ട് ഇടിച്ച്. പയ്യന്മാര് 3 പേര് തെറി വിളിച്ച. ആദ്യമേ തെറി വിളിച്ചോണ്ട് ഇടിച്ച്. വേറെ 2 പേരെ ഇടിച്ച്. ഞാൻ ചെന്ന് കയ്യില് 3 കുത്തു. പിച്ചാത്തി കണക്കത്തെ സംഭവം. പിച്ചാത്തി തന്നെ, പിച്ചാത്തി. അമ്മാര് കഞ്ചാവാ 3 പേരും, അതുകൊണ്ടാണ് അമ്മാര്. മയ്യനാട് കേന്ദ്രീകരിച്ച് നിരവധി അക്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രദേശത്തെ പല ഭാഗങ്ങളും ലഹരി സംഘങ്ങൾ കയ്യേറുന്നതായി വ്യാപകമായ പരാതിയാണുള്ളത്. ആക്രമണം നടത്തിയ യുവാക്കളിൽ കാപ്പാക്കേസ് പ്രതി ഉൾപ്പെടെ ഉണ്ടെന്നും യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ബാസിദ് എന്ന ഒരു പയ്യനെ മുക്കം കുഴിശ്ശേരി മുക്കിൽ വെച്ച് ഒരു 2-3 സംഘം അവിടെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം എന്ന് പറയാം, ആ സംഘം മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ തന്നെ അസീമിനെ അതിക്രൂരമായ രീതിയിൽ കുത്തി പരിക്കേൽപ്പിക്കുക. കാരണം 4-5 അടുത്താണ് കുത്തിയിരിക്കുന്നത്. നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് അവന്മാര് ഈ സാമൂഹ്യ വിരുദ്ധ സംഘം. കാരണം ഇന്നിപ്പം മയ്യനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗുണ്ട മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ഒരു വിളയാട്ടമായി നമ്മുടെ ഈ മയ്യനാട് പ്രദേശം മാറിയിരിക്കുകയാണ്. കാരണം 8 മണി കഴിഞ്ഞാൽ മുക്കം റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ താനി, ഉമേലൂർ, ഏല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വളരെ ഈ സംഘം ഭയങ്കരമായ മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MDMA പോലുള്ള മാരകമായ ഈ മയക്കുമരുന്നുകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അസീമിനെ മർദ്ദിച്ച ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അത് കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ കൂടെ മറ്റു 2 പ്രതികളുണ്ട്. അവർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രതികളെയും കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.